കേന്ദ്ര ബജറ്റിൽ വയനാടിന് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ടി സിദ്ദിഖ് എം.എൽ.എ. വന്യമൃഗശല്യത്തിലും ദേശീയപാത നവീകരണത്തിലും പരിഹാരം പ്രതീക്ഷിക്കുന്നതായും ടി സിദ്ദിഖ് പറഞ്ഞു. വയനാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗശല്യമാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വന്യമൃഗശല്യത്തിന് ആവശ്യമായ ഫണ്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടി സിദ്ദിഖ് എം.എൽ.എ. ഈ വരുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘടന, അതിൻ്റെ ഏറ്റവും ഓപ്റ്റിമത്തിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ്, പാരമ്യതയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഫണ്ട് വയനാട് ജില്ലയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികളുണ്ടാകും. അതിനുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ ഇവിടെയുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദം പോസിറ്റീവായി വരും എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. കോഴിക്കോട് കൊല്ലകൾ ദേശീയപാത നവീകരണം ഉടൻ ആരംഭിക്കണം. താമരശ്ശേരി കുറ്റ്യാടി ചുരങ്ങളുടെ ബദൽ സാധ്യതകളുടെ വിശദീകരണവും ആദിവാസി വിഭാഗങ്ങൾക്കായുള്ള പദ്ധതികളുടെ വിശദീകരണവും പ്രതീക്ഷിക്കുന്നതായും എം.എൽ.എ. വ്യക്തമാക്കി. നാഷണൽ ഹൈവേ 766 വികാസത്തിന് വേണ്ടി 248 കോടിയോളം രൂപ അനുവദിച്ചത് ഇതുവരെ ചെലവഴിക്കാൻ ലാൻഡ് അക്വിസിഷൻ നടപടികൾ, അലൈൻമെന്റ് ഫിക്സേഷൻ, ഫോർട്രാക്ക് ആക്കി മാറ്റണം എന്നുള്ള ഡിമാൻഡ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. നമ്മുടെ ചുരത്തിൻ്റെ ബൈപ്പാസും അതുപോലെ പടിഞ്ഞാറത്തറ കൂടിത്തോട് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട റോഡിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതും നമ്മൾ പ്രത്യേകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതീക്ഷിക്കുന്നു. മൈസൂർ നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത യാഥാർത്ഥ്യമാക്കണമെന്നും പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കർണാടക സർക്കാർ തയ്യാറാണെന്നും എം.എൽ.എ. അതേസമയം വയനാടിനായി രാഹുൽ ഗാന്ധി നിരന്തരം ശബ്ദമുയർത്തിയിരുന്നെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. ന്യൂസ് മലയാളം, വയനാട്.